നമസ്കാരം. രാവിലെ ആരംഭിക്കുകയാണ്. ഇന്നലെ സ്വയം വെടിവെച്ചു മരിച്ച കോൺഫിഡൻസ് ചെയർമാൻ CJ റോയിയുടെ മരണവാർത്ത, അതിൻ്റെ വിശദാംശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണമൊക്കെയാണ് ഏറ്റവും പ്രധാനമായി രാവിലെയുള്ളത്. ബിസിനസ് ലോകത്തെ ഞെട്ടിച്ച ഒരു മരണമായിരുന്നു നമുക്കറിയാം CJ റോയിയുടേത്. ഇതുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരു പോലീസ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം നടത്തുന്നു. കുടുംബാംഗങ്ങളെ അടക്കം അവർ കാണും, മൊഴിയെടുക്കും. ഒപ്പം ആദായനികുതി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനും നീക്കമുണ്ട്. ഒപ്പം കേരള കോൺഗ്രസിൻ്റെ വളരെ നിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFൻ്റെ സീറ്റ് വിഭജന ചർച്ചകൾ തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെയാണ് ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സുനേത്ര പവാർ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായി, മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രിയായി അവർ ഇന്ന് സ്ഥാനമേൽക്കുകയാണ്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. നമുക്ക് തലക്കെട്ടുകളിലേക്ക് പോകാം. CJ റോയിയുടെ സംസ്കാരം ഇന്ന് 9 മണിയോടെ സഹോദരൻ്റെ ബംഗളൂരുവിലെ വീട്ടിലെത്തിക്കും. ഉച്ചയ്ക്ക് 1 മണിവരെ പൊതുദർശനം, വൈകിട്ട് സംസ്കാരം. റോയിയുടെ മരണം വിശദമായി അന്വേഷിക്കാൻ ബംഗളൂരു പോലീസ്. റോയിയുടെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കും. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. റോയിയുടെ ഫോൺ വിശദമായി പരിശോധിക്കും. കാര്യവട്ടത്ത് ആവേശപൂരം. ഇന്ത്യ ന്യൂസിലൻഡ് T20 വൈകിട്ട് 3 മണി മുതൽ കാണികളെ പ്രവേശിപ്പിക്കും. സഞ്ജു സാംസൺ കളിക്കുമോ എന്നതിൽ ആകാംക്ഷ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഉന്നതാധികാര സമിതി യോഗം ഇന്ന് കോട്ടയത്ത്. കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളും വേണമെന്ന നിലപാടിൽ പാർട്ടി. യോഗം തിങ്കളാഴ്ച UDF സീറ്റ് വിഭജന ചർച്ച പുനരാരംഭിക്കാനിരിക്കെ. രണ്ടായിരത്തി 26-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് നാളെ. നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേരളം പ്രതീക്ഷയിൽ. ബജറ്റിൽ പരിഗണന ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടൽ. അതിവേഗ റെയിൽപാതയ്ക്കായി ബജറ്റിൽ നീക്കിയിരിപ്പുണ്ടായേക്കും. സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാകും. ഇന്ന് സത്യപ്രതിജ്ഞ. പവാർ വിഭാഗവുമായുള്ള ലയനകാര്യങ്ങളടക്കം ചർച്ച ചെയ്യാൻ ഉച്ചയ്ക്ക് പാർലമെന്ററി പാർട്ടി യോഗം. ഇറാൻ ലക്ഷ്യമാക്കി കൂടുതൽ യുദ്ധോപകരണങ്ങൾ അയച്ച അമേരിക്ക. യുദ്ധക്കപ്പലിന് തൊട്ടുപിന്നാലെ ഒരു മിസൈൽ ഡിസ്ട്രോയർ കൂടി ഇറാന്റെ തെക്കൻ തീരത്ത് നങ്കൂരമിട്ടു. US-നോട് യാതൊരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി. മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് തുർക്കി. ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ ആത്മഹത്യ ചെയ്ത കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ സംസ്കാരം ഇന്ന്. ബംഗളൂരുവിൽ ആണ് സംസ്കാരം നടക്കുക. ബന്നാർഘട്ടയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. 1 മണിവരെ പൊതുദർശനമുണ്ടാകും. മരണത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് കാട്ടി കുടുംബം നൽകിയ പരാതി പോലീസിന് മുന്നിലുണ്ട്. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മിഥുന്, ബിസിനസ് ലോകത്തെ വല്ലാതെ ഞെട്ടിച്ച ഒരു മരണമാണ്. ദുരൂഹതകൾ സംശയിക്കുന്നുണ്ട് കുടുംബം. എന്തുകൊണ്ടാണ് റോയിയെ പോലെ വലിയൊരു മൾട്ടി മില്യനെയർ ഇത്തരമൊരു കൃത്യം നടത്തുകയെന്നാണ് ചോദ്യം ചിഹ്നം. എന്താണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്? രജിത്ത്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് റോയി ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത്, റോയിയുടെ പെട്ടെന്നൊരു മരണത്തിലേക്ക് നയിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷണം സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ആദായ നികുതി ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് ചില ഡോക്യുമെന്റ്സുകൾ ആവശ്യപ്പെട്ടു. അതെടുക്കുന്നതിനകത്തേക്ക് പോയതിനു ശേഷം ഒരു വെടിവെച്ച് മാത്രമാണ് കേട്ടതെന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ എന്നുള്ളതാണ്. അതൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വലിയ ഭീഷണിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ത്രട്ടിങ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും ഈ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ച് ദീർഘകാലമായി അദ്ദേഹത്തെ വലിയ രീതിയിൽ പരിചയമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, വളരെ ബിസിനസ് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ കൈകാര്യം ചെയ്യുന്ന നിരവധി ആളുകൾ കേരളത്തിൽ നിന്നുണ്ട് എങ്കിൽ പോലും തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഈ ചെയർമാനായിട്ടുള്ള CJ റോയിയെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ചില റിയാലിറ്റി ഷോകളുമായി അതിൽ
ഫ്ലാറ്റുകൾ നൽകുന്നു. അങ്ങനെയൊക്കെ നിരവധി മത്സരാർത്ഥികൾക്ക് കൂടുതൽ പ്രയോജനകരമാകുന്ന രീതിയിൽ കൂടുതൽ ആളുകൾക്ക് മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ഈ ഗാനം അവർക്ക് പാട്ടുകൾ പാടുന്ന വളരെ പൂറായിട്ടുള്ള കുട്ടികൾക്ക് പോലും മുൻപന്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഇടപെടലുകളൊക്കെ ഈ റോയിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഈ റിയാലിറ്റി ഷോയിലൂടെയൊക്കെ കടന്നു വന്ന നിരവധി ഗായകർ ഇപ്പോൾ പിന്നണി രംഗത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോഴൊക്കെ മലയാളികൾ CJ റോയിയെ അന്നു മുതലാണ് കേട്ടു തുടങ്ങിയത്. അതിനുശേഷം നിരവധി കാര്യങ്ങൾ സന്നദ്ധ പ്രവർത്തനങ്ങളടക്കം CJ റോയിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ബിസിനസ്സുകാരൻ കൂടിയായിരുന്നു CJ റോയി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ച ശേഷം അദ്ദേഹം വളരെ ഭാര്യയും മക്കളും ഒക്കെ ദുബായിലാണുണ്ടായിരുന്നത്. അവരൊക്കെ ഇന്ന് ബനാർഘട്ടയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് പൊതുദർശനം കഴിയുക. അതിനുശേഷം ബനാർഘട്ടയിലെ ഈ വീട്ടിൽ വെച്ച് വൈകിട്ട് 5 മണിയോടുകൂടി ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ നൽകുന്ന വിവരം. മറ്റൊന്ന് ഈ ദുരൂഹത നിൽക്കുക എന്നുള്ളതാണ്. അതായത് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ CJ റോയിയെ കേന്ദ്രീകരിച്ച ആദായ നികുതി വകുപ്പിൻ്റെയും ഒക്കെ കേന്ദ്ര ഏജൻസികളുടെ ഒക്കെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില അന്വേഷണങ്ങളും ചില ചോദ്യം ചെയ്യലുകളും അടക്കമുള്ള നടപടികളിലേക്കൊക്കെ പോവുകയും ചെയ്തിരുന്നു. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഏറ്റവും കൂടുതൽ ബിസിനസ് വ്യാപിപ്പിച്ചിട്ടുള്ളത് കേരളത്തിന് പുറമെ ബംഗളൂരുവിലാണ്. ഏറ്റവും കൂടുതൽ സംരംഭങ്ങളുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള ഈ റിയൽ എസ്റ്റേറ്റിൻ്റെയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളും ഒക്കെ നടക്കുന്നത് ബംഗളൂരു വെച്ചാണ്. അപ്പോൾ എന്തുകൊണ്ട് ബംഗളൂരുവിലെ IT യൂണിറ്റിനെ ഈ ഒരു അവിടുത്തെ ഉദ്യോഗസ്ഥ സംഘം എന്തുകൊണ്ട് ഈ നടപടികൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾക്കായി രംഗത്ത് വരുന്നില്ല? പകരം എങ്ങനെയാണ് കേരളത്തിൽ നിന്നുള്ള ഒരു IT യൂണിറ്റ് ആ ഒരു സംഘം ഈ അന്വേഷണത്തിന്റെ ഭാഗമായത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അടുത്തിടെ ഒരു പാർട്ടി അടക്കം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സിനിമാ താരങ്ങളും ഒപ്പം തന്നെ റിയൽ എസ്റ്റേറ്റിലെ പ്രമുഖരും ഒക്കെ പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടി അടുത്തിടെ നടക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കൂടുതൽ വ്യാപകമായി ഈ ഒരു CJ റോയിയുടെ സാമ്പത്തികമായ ഇടപാടുകൾ സംബന്ധിച്ച് ഒപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ സംബന്ധിച്ചുമൊക്കെ ആദായ നികുതി വകുപ്പിൻ്റെ ഒരു റഡാറിലേക്ക് ഈ കാര്യങ്ങൾ വരികയും ചെയ്ത് പിന്നാലെയാണ് പല ഘട്ടങ്ങളിലും പരിശോധനയും ഒപ്പം തന്നെ ഒക്കെ ആയി മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴാണ് ഇന്നലെ ഈ പരിശോധനയുടെ ഭാഗമായി, അതായത് കഴിഞ്ഞ 3 ദിവസമായി ഈ പരിശോധനകൾ തുടരുകയാണ്. അന്ന് ദുബായിലായിരുന്നു CJ റോയി ഉണ്ടായിരുന്നത്. CJ റോയിയെ ബംഗളൂരിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ ഒരു പരിശോധനകൾ നടത്തുകയും ചെയ്തത്. അതായത് അത് എന്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുമ്പോൾ കാര്യങ്ങൾ ഇനി ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും ഇടപാടുകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്കിനി അതിൻ്റെ ഒരു വ്യക്തത ഈ അന്വേഷണ സംഘത്തിൽ മാത്രമേ നമുക്ക് ലഭ്യമാകൂ. പക്ഷേ അവരിപ്പോഴും ഇത് സംബന്ധിച്ചൊരു വിശദീകരണം, ഒരു ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല. മറ്റൊന്ന്, ഈ കുടുംബം ആരോപിക്കുന്നത് കൂടുതൽ പ്രഷർ ചെലുത്തി കൂടുതൽ തൻ്റെ സഹോദരനെ ഈ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഈ ഉദ്യോഗസ്ഥരാണെന്ന് അടക്കമുള്ള ആരോപിച്ചുകൊണ്ട് CJ റോയിയുടെ സഹോദരൻ തന്നെ ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്, പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അശോക് നഗർ പോലീസ് സ്റ്റേഷൻ ഇത് സംബന്ധിച്ചുള്ള കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അവരുടെ പരിശോധനയിൽ വരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം എന്തിന് CJ റോയി ജീവൻ ഒടുക്കി എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റു സാധ്യതകളും സ്വയം ജീവൻ ഒടുക്കിയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധ്യതകൾ ഇക്കാര്യത്തിലുണ്ടോ എന്ന കാര്യത്തിലൊക്കെ പരിശോധന നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒപ്പം നേരത്തെ നമുക്കറിയാം 2 മാസം മുമ്പ് കൊച്ചിയിലെ ഓഫീസിൽ അവരുടെ ഡയറക്ടറെ അടക്കം ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. തുടർച്ചയായ റെയ്ഡുകൾ ഉണ്ടായിരുന്നു. 3 മാസമായി ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ അതിജീവിച്ച ഒരാൾ വളരെ പെട്ടെന്ന് ഒരു പ്രകോപനത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വിശ്വസിക്കാനാവാത്തത്. പല സുഹൃത്തുക്കളും പറയുന്നത് ആത്മവിശ്വാസമുള്ള ആളായിരുന്നു റോയി, പല പ്രശ്നങ്ങളും അതിജീവിക്കാൻ കരുത്തുള്ള ആളായിരുന്നു. ആ ഒരാൾ ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് ദുരൂഹ നീക്കുക എന്നുള്ളത് പ്രധാനമാണ്. തീർച്ചയായും അതുള്ളത് തന്നെയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് രംഗത്തേക്ക് തന്നെ CJ റോയിയുടെ ഒരു വളർച്ച അത് 2006 മുതലാണ് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത്. അതിന് പിന്നാലെ വിവിധ ഇടങ്ങളിലേക്ക്, ആദ്യം കേരളം കേന്ദ്രീകരിച്ചായിരുന്നുവെങ്കിൽ പിന്നീട് അത് ബംഗളൂരുവിലേക്കും രാജ്യത്തിൻ്റെ പലയിടങ്ങളിലേക്കും രാജ്യത്തിന് പുറത്ത് മറ്റ് ഗൾഫ് കൺട്രീസിലും ഒക്കെ വ്യാപിച്ചൊരു ശൃംഖലയായി മാറുകയും ചെയ്തു. അത്രത്തോളം കഠിനാധ്വാനം കൊണ്ടും ഒക്കെ വളർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു CJ റോയി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ, അതായത് ഇതിനു മുമ്പും പല വെല്ലുവിളി
വെല്ലുവിളികൾ സ്വാഭാവികമായും നമുക്കറിയാം ഇത്തരത്തിൽ ഈ ബിസിനസ് ടൈക്കൂണുകൾക്കൊക്കെ നേരിടേണ്ടി വരും. അവർ തുടക്കകാലങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചില കാര്യങ്ങളിൽ വലിയ മാനസിക സമ്മർദ്ദവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിജീവിച്ച് വേണം മുന്നോട്ട് പോകാൻ. പ്രത്യേകിച്ച് നമുക്കറിയാം പലയിടങ്ങളിൽ നിന്നും ഒരു രീതിയിലുമുള്ള സഹായങ്ങൾ ഉണ്ടാകില്ല. സർക്കാർ സംവിധാനങ്ങളിൽ നിന്നൊക്കെ ചില സന്ദർഭങ്ങളിലുമൊക്കെ കൃത്യമായ രീതിയിൽ ഈ ഒരു പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റ് നിർമ്മാണം ഒക്കെ അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനൊക്കെ ഇതിൻ്റെ അനുമതി നൽകുക എന്നൊക്കെ പറയുന്നത് വലിയ കടമ്പകൾ കടന്നു വേണം മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിനൊക്കെ പലയിടങ്ങളിൽ നിന്നൊക്കെ തിരിച്ചടി നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് CJ റോയ്. അപ്പോൾ എങ്ങനെയാണ് ആ കാര്യങ്ങളും അത്രയും വലിയ കടമ്പകളൊക്കെ കടന്ന് പല വെല്ലുവിളികളെയും നേരിട്ട് ഇത്രയും കാലം ഈ രംഗത്ത് ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുള്ള വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദുരൂഹത നിൽക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ ആദായ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്തിൻ്റെ പേരിലാണ് CJ റോയിയെ തങ്ങളുടെ റഡാറിൽ ഉൾപ്പെടുത്തിയത്, അല്ലെങ്കിൽ CJ റോയിയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഒപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ സംബന്ധിച്ച ഒക്കെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വന്നത് എങ്ങനെയാണ് എന്നടക്കമുള്ള ചോദ്യങ്ങൾ നാനാകോണിൽ നിന്നും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ സുഹൃത്തുക്കളിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നിശ പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയിൽ നിരവധി പേർ പങ്കെടുത്തിരുന്നു. ഈ ബിസിനസ് രംഗത്തെയും ഒപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് രംഗത്തെയും ചലച്ചിത്ര രംഗത്തെയും ഒക്കെ പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുത്തിരുന്ന ഒരു പാർട്ടിയായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ആദായ നികുതി വകുപ്പിൻ്റെ, അതായത് കേന്ദ്ര ഏജൻസികളുടെ ഒക്കെ ഒരു നിരീക്ഷണം ഈ ഒരു CJ റോയ്ക്ക് പിന്നാലെ ഉണ്ടാകുന്നു. പിന്നാലെ പല രീതിയിലും റെയ്ഡുകൾ വരുന്നു, ചില പരിശോധനകൾ നടക്കുന്നു. വ്യാപകമായ രീതിയിൽ CJ റോയിയുടെ പലയിടങ്ങളിൽ ഓഫീസുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ വ്യാപകമായ പരിശോധന നടക്കുന്നു. അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആര് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചില മറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, അതടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും പരാതികൾ ആദായ നികുതി വകുപ്പിന് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെയൊക്കെ ഒരു പരിശോധനകൾ നടത്തിയതെന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു വിശദീകരണം IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ആണ് വരേണ്ടിയിരിക്കുന്നത്. നിലവിൽ ഇതുവരെയും കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായതിന് ശേഷം ഈ വിഷയത്തിൽ ഒരു മറുപടിയും അല്ലെങ്കിൽ ഒരു വിശദീകരണവും ഇതുവരെയും ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഈ കുടുംബം ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ ഈ CJ റോയിയുടെ മറ്റ് സഹോദരൻ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചില ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതായത് ഈ CJ റോയി ചില സുപ്രധാന ഫയലുകളും ലാപ്ടോപ്പുകളും ഒക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നു. അതിനുശേഷം റൂമിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ഈ വെടിവെച്ച കേട്ടതിന് ശേഷം, അതായത് CJ റോയി ആത്മഹത്യ ചെയ്തു എന്ന് അറിയുന്നു, അതിനുവേണ്ടി നിറയൊഴിച്ചു എന്ന് അറിയുന്നു. അപ്പോഴും ഇവർ ഈ പരിശോധനകൾ തുടർന്ന് മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകേണ്ടത്. മിഥുന് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം മരിച്ചതിന് ശേഷവും റെയ്ഡ് തുടർന്നോ എന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുബായിലെ ഇടപാടുകൾ പരിശോധിക്കുന്നു. 2 മാസം മുമ്പ് ദുബായിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുന്ന ഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം നടത്തിയ വലിയൊരു പാർട്ടി, അതിൽ സിനിമാ താരങ്ങളടക്കം പങ്കെടുത്തു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ അവരുടെ റഡാറിലാണ് എന്നറിയുന്നു. ഇവരെയൊക്കെ ചോദ്യം ചെയ്യുമെന്നറിയുന്നു. അങ്ങനെ വലിയൊരു വ്യവസായ ശൃംഖലയുടെ, ബിസിനസ് ശൃംഖലയുടെ ഉടമ, കടമില്ലാത്ത ഒരു വ്യവസായി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരാൾ, അങ്ങനെ ഒരാൾ ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നതിലെ ദുരൂഹതയാണ് നീക്കേണ്ടത്. നല്ല വിശദീകരണം സ്വാഭാവികമായും എന്തുകൊണ്ടാണ് റോയിയെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടർച്ചയായി ചോദ്യം ചെയ്തത്, അല്ലെങ്കിൽ തുടർച്ചയായി അന്വേഷണ പരിധിയിൽ എത്തിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇക്കാര്യത്തിലാണ് വ്യക്തത വരുത്തേണ്ടത്. ഇതിനൊപ്പം ഈ ബംഗളൂരു പോലീസ് ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ കുടുംബാംഗങ്ങളെ അടക്കം മൊഴിയെടുക്കും. കുടുംബാംഗങ്ങളുടെ പരാതി അവർക്ക് മുന്നിലുണ്ട്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കും, അവരെ ചോദ്യം ചെയ്യും. കാരണം എന്തുകൊണ്ട് ബംഗളൂരുവിലെ വകുപ്പ് ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ നിന്നുള്ള സംഘം, കൊച്ചിയിൽ നിന്നുള്ള സംഘം റോയിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് മുൻകൈ എടുത്തു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്.
തീർച്ചയായും രജിത്ത്, അതായത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇപ്പോൾ ഈ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട പരാതി, അതായത് 5 പേജ് അടങ്ങുന്ന പരാതിയാണ് നൽകിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വിശദമായ രീതിയിലുള്ള ചില ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതായത് ഒന്നിപ്പോൾ രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ബംഗളൂരുവിലെ അവിടുത്തെ ബിസിനസ് സംരംഭവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ബംഗളൂരുവിലെ IT യൂണിറ്റ് ആ പരിശോധനയുടെ ഭാഗമായില്ല? പകരം കേരളത്തിൽ നിന്നുള്ള IT യൂണിറ്റ് എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തിനായി അല്ലെങ്കിൽ ആ അന്വേഷണം ഏറ്റെടുത്ത് അവിടേക്ക് എത്തിയത്? അതിൽ ചില സംശയങ്ങൾ ഈ കുടുംബം ആരോപിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദമുണ്ടാക്കി, വലിയ രീതിയിൽ CJ റോയിയുടെയും മരണത്തിലേക്ക് തള്ളിവിട്ടതിന് കാരണം ഈ ആദായ നികുതി ഉദ്യോഗസ്ഥരാണ്. അവർ പല രീതിയിൽ ഭീഷണിപ്പെടുത്തി, പല കാര്യങ്ങളിൽ ഭീഷണിപ്പെടുത്തിയതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, കുറ്റമറ്റ രീതിയിൽ ഈ അന്വേഷണം നടക്കണം, അതിനുവേണ്ടിയുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സർക്കാർ കുറ്റമറ്റ രീതിയിൽ തന്നെ അന്വേഷണം നടക്കും. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും. അതായത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അതിന് ആ കുടുംബത്തിൻ്റെ പരാതി പരിശോധിച്ച അക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കും. അതിനുവേണ്ടി ഈ അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതനുസരിച്ച് ജനുവരി हर चीज भारत में बनेगी, हर चीज में भारत आत्मनिर्भर होगा। न जाने कितने एग्रीमेंट तो आपने चाइना से कर रखे हैं, कितने एग्रीमेंट दूसरे मुल्कों से कर रखे हैं। अब आप यूरोपियन कंट्रीज के साथ CJ റോയിയുടെ സംസ്കാരം ഇന്ന് ബംഗളൂരുവിൽ നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. കുടുംബാംഗങ്ങൾ വിദേശത്ത് നിന്ന് രാത്രിയോടെ ദുബായിൽ നിന്നെത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്ന് 9 മണിയോടുകൂടി സഹോദരന് വിട്ടുകൊടുക്കും, സഹോദരൻ്റെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സഹോദരൻ്റെ വീട്ടിലാണ് പൊതുദർശനം. CJ റോയിയുടെ സഹോദരൻ സംസാരിക്കും. ಜೋಸೆಫ್ ಅವರು ಎಲ್ಲೂ ಅಲಿಗೇಷನ್ ಮಾಡಿಲ್ಲ, ಯಾರ ಮೇಲೂ ಅಲಿಗೇಷನ್ ಮಾಡಿಲ್ಲ. ಅಲ್ಲ ರೀ, ಈಗ ನಾನು ಇನ್ನೇನು ಹೇಳಲಿ, ನನಗೆ ಬೇರೆ ಯಾವ್ದು ವಿಷಯ ಹೇಳಲಿಲ್ಲ, ನಾನು ಅವ್ರ ಮೇಲೆ ಹೇಳ್ಬೇಕಲ್ಲ. ಅಲ್ಲ, ಅದು ಈಗ ನಾನು ಫ್ಯಾಮಿಲಿ ಮೀಟ್ ಮಾಡಿ ಹೇಳ್ತೀನಿ. ಮೀಟ್ ಮಾಡಿದ್ರಿ ಸರ್? ನನ್ನ ಹತ್ರ ಮೀಟ್ ಮಾಡಿದ್ದು ನಾನು ಹೋಗೋ ಮುಂಚೆ ಮೀಟ್ ಮಾಡಿದ್ದಾರೆ. ಯಾವ್ರ ಬಗ್ಗೆ? ಇಲ್ಲ ಇಲ್ಲ, ಬೇರೆ ಯಾವ ಥ್ರೆಟ್ಟು ಇಲ್ಲ. ಅವ್ರಿಗೆ ಸಾಲ ಇಲ್ಲ, ಥ್ರೆಟ್ ಇಲ್ಲ, ಅವ್ರಿಗೆ ಎನಿಮೀಸ್ ಇರ್ಲಿಲ್ಲ. ಏನಿಲ್ಲ ಲಾಸ್ ಏನಿಲ್ಲ. ನನಗೆ ಗೊತ್ತಿದ್ದಂಗೆ ಡಿಪ್ರೆಷನ್ ಅಲ್ಲಿ ಗೊತ್ತಿಲ್ಲ, ಅದು ಹೋಗಿ ಕೇಳ್ಬೇಕು, ನೋಡ್ಬೇಕು. ನಾನು ಏರ್ಪೋರ್ಟ್ ಇಂದ ನಾನು ಕೇಳಿ ಹೇಳ್ತೀನಿ. ಅದೊಂದೇ ಇಶ್ಯೂ ಇದ್ದಿದ್ದು, ಅದು ಏನು ಅಂತ ವಿಚಾರಿಸ್ಬಿಟ್ಟು ನಾನು ಹೇಳ್ತೀನಿ. കേരള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നിരുന്നത്. ഇൻ ഹിസ് ഓഫീസ്. അവര് 3 ദിവസമായിട്ട് അവരുടെ ഓഫീസിലുണ്ട്. 28-ാം തീയതി ഒന്നാണ്, 28, 29, ഇന്നലെ 30-ാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആള് പോയി. അത് ആയിരിക്കാം, വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, അതിപ്പോ ഞാൻ ഫാമിലിയൊന്നും കോൺടാക്ട് ചെയ്തില്ല, ഞാൻ കണ്ടിട്ടില്ല, ഫാമിലിയെ കണ്ടിട്ടില്ല. സംസാരിച്ചിരുന്നു. ಅಲ್ಲ, ಅವರೇ ಅದನ್ನೇ പറഞ്ഞു. ಕಡೆಗೆ ನೀವು ಯಾವಾಗ ಬರ್ತೀರಾ ಮೀಟ್ ಮಾಡೋಣ ಅಂತ ಹೇಳಿದ್ರು ನನಗೆ. ನಿನ್ನೆ ಬೆಳಗ್ಗೆ 10:40ಕ್ಕೆ. ಅಲ್ಲ, ಅದು ನಡೀತಾ ಇತ್ತು, ಅದು ಮಾತಾಡ್ತಾ ಇದ್ರು. ಅದು ಮುಂಚೆನೂ ಮಾಡಿದ್ರು, ಅದು ಮಂಡೇನೂ ಮಾಡಿದ್ರು. ಅಲ್ಲ, ಈ 28ಕ್ಕೂ ಮಾಡಿದ್ರು, 29ಕ್ಕೂ ಮಾಡಿದ್ರು. ಅಲ್ಲ, ನಾನು ಫಸ್ಟ್ ಫ್ಯಾಮಿಲಿ ಮೀಟ್ ಬರ್ತಾರೆ, ಫ್ಯಾಮಿಲಿ ಮೀಟ್ ಮಾಡ್ತೀನಿ. ಅದು ಏನು ಗೊತ್ತಿಲ್ಲ, ನಾನು ಫ್ಯಾಮಿಲಿ ಮೀಟ್ ಮಾಡ್ತೀನಿ. ಪ್ಲೀಸ್ ಫ್ಯಾಮಿಲಿ ಮೀಟ್ ಹೇಳ್ತೀನಿ. CJ റോയിയുടെ സഹോദരനാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. കുടുംബാംഗങ്ങളുമായി കണ്ടിട്ടില്ല, കുടുംബാംഗങ്ങളെ കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. കുടുംബാംഗങ്ങൾ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ദുബായിലാണ്. നമുക്കറിയാം, ദുബായിലെ ഒരു ആഡംബര വില്ലയിലാണ് CJ റോയിയുടെ ഭാര്യയും മകനും മകളും താമസിക്കുന്നത്.
അവരിപ്പോൾ ബാംഗ്ലൂരിലെത്തിയിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ ബംഗളൂരുവിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വലിയ ഒരു ബിസിനസ്സുകാരൻ, കടങ്ങളില്ലാത്ത, ബാങ്ക് ലോൺ ഇല്ലാത്ത ഒരു ബിസിനസ്സുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരാൾ കൂടിയാണ് CJ റോയി. സ്വാഭാവികമായും ആ മരണം, അതിന് ദുരൂഹത നീക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്, ആദായനികുതി വകുപ്പിനുണ്ട്. മറ്റു ചില വാർത്തകളിലേക്ക് നമുക്ക് പോകണം. പയ്യന്നൂരിൽ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. രാവിലെ 10:30-ക്കാണ് പ്രസ് ക്ലബിൽ വാർത്താസമ്മേളനം. പയ്യന്നൂർ MLA TI മധുസൂദനെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിച്ച CPM ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. തന്റെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പോലീസ് സംരക്ഷണം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. വിവാദ വിഷയങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് MV ഗോവിന്ദൻ ഇന്ന് മറുപടി പറയും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ തുടരുന്നതിനിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഉന്നതാധികാര സമിതി യോഗം ഇന്ന് കോട്ടയത്ത്. കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റും വേണമെന്നാണ് കേരള കോൺഗ്രസ് ആവശ്യം. സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടതില്ലെന്ന നിലപാട് അംഗങ്ങൾ യോഗത്തിൽ ഉയർത്തിയേക്കും. തിങ്കളാഴ്ച സീറ്റ് ചർച്ച പുനരാരംഭിക്കാനിരിക്കെയാണ് ഇന്ന് അടിയന്തര യോഗം വിളിച്ചത്. ധനമന്ത്രി KN ബാലഗോപാലിനെ വെല്ലുവിളിച്ച് കൊട്ടാരക്കര മുൻ MLA ഐഷ പോറ്റി, ഈ 5 വർഷക്കാലം നിങ്ങൾ എന്തു ചെയ്തു എന്ന് പറയണം. കൊട്ടാരക്കരയിൽ ഹെലിപാഡും ഡ്രോൺ പാർക്കും വരുന്നുണ്ടെന്ന് വാഗ്ദാനം നൽകുമ്പോൾ താലൂക്ക് ആശുപത്രി ഇപ്പോഴും പൊളിച്ചിട്ടിരിക്കുകയാണ്. മാജിക്കുകൾ കാണിക്കുമ്പോൾ കണ്ണുനീരോടെ കുറേ രോഗികൾ അവിടെ വരുന്നുണ്ട് എന്ന് മറക്കരുതെന്നും ഐഷ പോറ്റി പറഞ്ഞു. സങ്കടം തോന്നുന്നുണ്ട്. 2021 മുതൽ 26 വരെയായ ഈ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും സാക്ഷിയാണല്ലോ. നിങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ സാക്ഷിയാണല്ലോ. ഒരു ധനകാര്യമന്ത്രിയായി ഇരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇങ്ങനെയാണോ വരേണ്ടത്? വെല്ലുവിളിക്കുന്നു. എന്ത് കാര്യം ചെയ്തു ഈ 5 വർഷമായിട്ട് ഇവിടുത്തെ ധനകാര്യമന്ത്രി എന്ന് പറയണം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡ്രോൺ പാർക്കും ഹെലിപാഡും ഒക്കെ വരും, നല്ല കാര്യമാണ്. പക്ഷെ അതോടൊപ്പം കഠിനാധ്വാനം ചെയ്ത 90 കോടി രൂപ ഇവിടുത്തെ താലൂക്ക് ആശുപത്രിക്ക് അനുവദിപ്പിച്ചത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ശൈലജ ടീച്ചറിനെയും അന്നത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എല്ലാം പോയി കണ്ട് മുനിസിപ്പാലിറ്റി കൊടുത്ത് തള്ളിയപ്പോൾ ഞാൻ വേറെ തയ്യാറാക്കി കൊണ്ടുപോയി അവിടെ കൊടുത്ത് MLA ക്വാർട്ടേഴ്സിൽ 3 മണിക്കൂറിലധികം KSEBയുടെ എഞ്ചിനീയറോട് സംസാരിച്ച് ഡിസൈൻ കറക്റ്റ് ആക്കിയിട്ടാണ് ആ താലൂക്ക് ആശുപത്രി ബ്രിട്ടീഷ് മോഡലിലാക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ആ ഓർഡർ എടുത്ത് നോക്കി, അന്ന് മാധ്യമങ്ങൾക്ക് ഞാൻ കൊടുത്തതാണ്. ആ തീർന്നത് ഉദ്ഘാടനം ചെയ്തു, ബാക്കി അവിടെ പൊടിച്ചിട്ടേക്കുവാണേ. ഈ ഹെലിപ്പാഡ് വരുമ്പോൾ ബാക്കിയുള്ള വലിയ മാജിക്കുകളെല്ലാം വന്ന് ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിലേക്ക് ദാ വരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ആവേശഭരിതരാക്കുമ്പോൾ കണ്ണീരോടെ കുറെ രോഗികൾ അവിടെ വരുന്നുണ്ടെന്നുള്ളത് മറക്കരുത്. കേന്ദ്ര ബജറ്റ് നാളെയാണ്. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കും. നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റ് കൂടിയാണ്. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബജറ്റിൽ കേരളത്തിന് പരിഗണന ഉണ്ടാകും. അതായത് അതിവേഗ റെയിലടക്കം കേരളം, അതിനുള്ള പണം നീക്കിയിരിപ്പടക്കം കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ER രാഗേഷ് വിവരങ്ങളുമായി ചേരും. രാഗേഷ്, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു ബജറ്റാണ്. ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സ്വാഭാവികമായും അത്തരം വാഗ്ദാനങ്ങൾ കൂടുതലായി ലഭിക്കാറുണ്ട്, അല്ലെങ്കിൽ അത്തരം നീക്കിയിരിപ്പുകൾ കൂടുതലായി കിട്ടാറുണ്ട്. അതിവേഗ റെയിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. എന്തൊക്കെയാണ് ബജറ്റിൻ്റെ പ്രത്യേകതയായി കാണേണ്ടത്? രഞ്ജിത്ത്, 3ാം മോദി സർക്കാരിന്റെ 3ാമത്തെ ബജറ്റ്, ഒപ്പം തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റ്. ഇത് റെക്കോർഡാണ്. കാരണം ഇതിനു മുൻപ് തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ളത് മൊറാർജി ദേശായിയാണ്. മൊറാർജി ദേശായി മൊത്തം 10 ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് തുടർച്ച ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിർമ്മല സീതാരാമൻ 9ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് റെക്കോർഡാണ്. നേരത്തെ P ചിദംബരം 9 തവണ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനും സമാനമായ രീതിയിൽ തുടർച്ച ഉണ്ടായിട്ടില്ല. ഏതായാലും നാളെ പ്രഖ്യാപിക്കുന്ന ബജറ്റിൽ എന്തൊക്കെ കേരളത്തിനുണ്ടാകുമെന്ന് സംസ്ഥാനം ഉറ്റുനോക്കുന്നുണ്ട്. ഏതായാലും വലിയ പ്രഖ്യാപനങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടിസ്ഥാന സൗകര്യ വികസനം, ഒപ്പം തന്നെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വാഭാവികമായും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഒപ്പം സാധാരണക്കാർ ഉൾപ്പെടെ മിഡിൽ ക്ലാസ് പ്രധാനമായും ഉറ്റുനോക്കുന്നത് ആദായ നികുതി സ്ലാബിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്നാണ്. അതിന് വലിയ സാധ്യത കുറവാണ്. കാരണം ഒരു വലിയ പൊളിച്ചെഴുത്ത് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ളതാണ്. ഇതിന് പുറമെ
GST നിരക്കിലും ഒരു മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം GST 2.0 എന്നത് ദീപാവലി സമ്മാനമായി പരമാവധി ഉൽപ്പന്നങ്ങൾ 5% കൊണ്ടുവരുന്ന നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടുത്തിടെയാണ് ഉണ്ടായത്. അത് ദീപാവലി സമ്മാനം എന്ന രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അത്തരം വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളത് രാജ്യം ഉറ്റുനോക്കുന്നുണ്ട്. കാരണം മുൻപൊക്കെ തന്നെ കഴിഞ്ഞ തവണ അത് ബീഹാറായിരുന്നു. ബീഹാറിന് വാരിക്കോരി പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു, പദ്ധതികളുണ്ടായിരുന്നു, അതിനു മുമ്പ് അത് ആന്ധ്രയ്ക്കായിരുന്നു. അപ്പോൾ സമാനമായ രീതിയിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ നടക്കാനുണ്ട്. അതിൽ തന്നെ BJP ഭരിക്കുന്ന അസമുണ്ട്, BJP വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന പശ്ചിമ ബംഗാളുണ്ട്, തമിഴ്നാടുണ്ട്. ഇപ്പോൾ ഈ സംസ്ഥാനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും ഇവിടേക്കുള്ള പ്രഖ്യാപനം? കേരളത്തിന് പൊതുവെ അവഗണന എന്ന വിമർശനം പലപ്പോഴായി ഇടതുമുന്നണിയായാലും ഒപ്പം തന്നെ UDF ആയാലും ഉന്നയിക്കാറുണ്ട്. അതിൽ ശരിയും ഉണ്ടാകാറുണ്ട്. എങ്കിൽ പോലും ഇത്തവണ എന്തായിരിക്കും പ്രഖ്യാപനം എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഏതായാലും 29 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ധനമന്ത്രി KN ബാലഗോപാൽ ഒരു വിശദമായ റിപ്പോർട്ട് തന്നെ ഇതിനോടകം തന്നെ കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ട്. അതിൽ പല ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. അപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ അനുബന്ധ വികസനങ്ങളായ റെയിൽ കണക്ടിവിറ്റി, വ്യവസായ ഇടനാഴി, ഒപ്പം തന്നെ മാരിടൈം ക്ലസ്റ്റർ, ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, കേരളം കുറേ നാളുകളായി ആവശ്യപ്പെടുന്നതാണ് കേരളത്തിനായി പ്രത്യേക സാമ്പത്തിക പാക്കേജ്, 21,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി കേരളം ഉന്നയിക്കുന്നുണ്ട്. അതിനൊരു അനുകൂല നിലപാട് കേന്ദ്രത്തിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ബജറ്റിൽ അത്തരം പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് കേരളം ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇടനാഴിയാണ് മറ്റൊരു ആവശ്യമായി കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് കൂടാതെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം ഉറപ്പാക്കാനും പ്രവാസികളെ നാട്ടിൽ പുനരധിവസിപ്പിക്കാനുള്ള പ്രത്യേക പാക്കേജ് വേണമെന്നൊരാവശ്യം കേരളം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നെല്ല് സംഭരണ കേന്ദ്രങ്ങളും മില്ലുകളും സ്ഥാപിക്കുന്നതിന് സപ്ലൈകോയ്ക്ക് 2,000 കോടി രൂപ അനുവദിക്കുകയാണ് കേരളത്തിന് മറ്റൊരു ആവശ്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 1,000 കോടി രൂപ നിക്ഷേപിച്ച് റബ്ബർ സ്ഥിരതാ ഫണ്ട് രൂപീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും കേരളം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ കേരളത്തിൻ്റെ ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ് എയിംസ് കേരളത്തിന് വേണമെന്നുള്ളത്. 2014 അന്നത്തെ കേന്ദ്ര ബജറ്റിൽ കേരളം ഉൾപ്പെടെയുള്ള 10 സംസ്ഥാനങ്ങളിൽ എയിംസ് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിനുശേഷം കോഴിക്കോട്ടെ കിനാലൂരിൽ ഏതാണ്ട് 150 ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാർ കണ്ടെത്തുകയും ഇത് കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ബജറ്റിൽ എയിംസ് പ്രഖ്യാപനം ഉണ്ടാകുമോ? പല സംസ്ഥാനങ്ങളിലും എയിംസ് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൻ്റെ ദീർഘകാലമായി ആവശ്യമായ എയിംസ് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് അറിയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അതെവിടെ എന്ന ചോദ്യം കൂടി ബാക്കിയുണ്ട്. കാരണം BJP നേതാക്കൾ, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കും, ആലപ്പുഴയിൽ അല്ലെങ്കിൽ തൃശ്ശൂർ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. BJP ആദ്യമായി കേരളത്തിൽ ഒരു കോർപ്പറേഷൻ പിടിച്ചത് ഇപ്പോൾ തിരുവനന്തപുരത്താണ്. അത് തിരുവനന്തപുരത്ത് നേതാക്കൾ തലസ്ഥാനത്ത് തന്നെ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എയിംസ് പ്രഖ്യാപിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. ഇത് കൂടാതെ അതിവേഗ ട്രെയിൻ കേരളത്തിൻ്റെ ആവശ്യമാണ്. അതിൽ എന്തായിരിക്കും ബജറ്റിൽ പ്രഖ്യാപനം, ധനമന്ത്രി എന്തു പറയും എന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. രഞ്ജിത്ത്. ഞാൻ രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു പ്രധാന വാർത്ത മഹാരാഷ്ട്രയിൽ നിന്നാണ്. അജിത് പവാറിന് പകരക്കാരിയായി ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാകും. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഉച്ചയ്ക്ക് 2 മണിക്ക് മുംബൈ വിധാൻ ഭവനിൽ പാർലമെന്ററി പാർട്ടി യോഗം ചേരും. രാകേഷ്, ഇത് പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു. ഇനി അറിയേണ്ടത് ഈ പവാർ NCP വിഭാഗങ്ങളുടെ ലയനമുണ്ടാകുമോ എന്നുള്ളതാണ്. ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിലടക്കം ഇക്കാര്യത്തിൽ ഒരു വിശദമായ രൂപരേഖ ഉണ്ടാകും, അല്ലേ? NDAയിലേക്ക് ശരത് പവാറും എത്തും എന്നുള്ള സംഭവ വികാസത്തിനു കൂടി ഒരുപക്ഷെ സാക്ഷ്യം വഹിച്ചേക്കാം. രഞ്ജിത്ത്, അജിത് പവാറിന്റെ അപ്രതീക്ഷിത വിയോഗമുണ്ടാക്കിയ ആഘാതം അത് മറികടക്കാൻ ഒരുങ്ങുകയാണ് NCP. ഏതായാലും NCP നേതാക്കൾ തന്നെ പിൻഗാമിയായി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യം സുനേത്ര പവാറിനെ അറിയിച്ചിരുന്നു. ആ തീരുമാനം ഇപ്പോൾ സുനേത്ര പവാർ ഏറ്റെടുക്കുകയാണ്. ഔദ്യോഗികമായി ഇന്ന് MLA-മാരുടെ യോഗം 2 മണിക്ക് ചേരുന്നുണ്ട്. അതിൽ കക്ഷി നേതാവായി സുനേത്ര പവാറിനെ പ്രഖ്യാപിക്കും. അതിന് പിന്നാലെ ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് ഇപ്പോൾ NCP നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കാരണം ദേവേന്ദ്ര ഫഡ്നവിസ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു NCP എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് അതിന് ഒപ്പം നിൽക്കും BJP എന്ന പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതോടുകൂടിയാണ് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ NCP തന്നെ തീരുമാനിക്കുകയും ചെയ്തത്. ഏതായാലും 2 മണിക്കാണ് NCPയുടെ യോഗം, നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്. അതിനുശേഷം ഉപമുഖ്യമന്ത്രി ആയി സുനേത്ര പവാർ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും. നിലവിൽ അവർ രാജ്യസഭാ അംഗമാണ്. കാരണം 2024 മാത്രമാണ് സുനേത്ര പവാർ ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് 2 NCP പിളർന്ന ശേഷം NCP പിളർന്ന ശേഷമുണ്ടായ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അന്ന് സുപ്രിയ സുളയ്ക്കെതിരെ ബാരാമതി ലോക്സഭാ മണ്ഡലത്തിലാണ് അവർ ആദ്യം മത്സരിക്കുന്നത്. അവിടെ വലിയ മാർജിൻ ഏതാണ്ട് 1.5 ലക്ഷം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. അതിനുശേഷമാണ് അവരെ രാജ്യസഭാംഗമാക്കിയത്. ഏതായാലും അജിത് പവാർ 91 മുതൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ്, നിയമസഭാ മണ്ഡലമാണ് ബാരാമതി. അവിടെ നിന്ന് നിയമസഭയിലേക്ക് എത്തിക്കാനായിരിക്കും ഏതായാലും NCPയുടെ തീരുമാനം. രഞ്ജിത്ത് ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലയനം ഏതായാലും അത്തരം ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ രണ്ടു പാർട്ടികളും പല പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളും ഒന്നിച്ചിരുന്നു. അതായത് NCPയുടെ വലിയ ശക്തി കേന്ദ്രമായിരുന്നു പൂനെയും ഒപ്പം തന്നെ പിംപിരി ചിഞ്ചുവാടും. ഈ രണ്ട് കോർപ്പറേഷനുകളും 2017 BJP ആദ്യമായി അധികാരം പിടിച്ചത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ BJP സഖ്യത്തിനൊപ്പമാണെങ്കിൽ പോലും ശരത് പവാറുമായി കൈകോർക്കാൻ അജിത് പവാർ തയ്യാറായിരുന്നു. പക്ഷേ ഈ രണ്ട് പാർട്ടികൾക്കും വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല BJP അവിടെ ഭരണം നിലനിർത്തുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ ലയനമടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് അജിത് പവാറിൻ്റെ മരണം സംഭവിച്ചത്. ഏതായാലും 8-ാം തീയതി ലയന പ്രഖ്യാപനമടക്കം നടക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചത് ആണ്. അതുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നേതാക്കൾ ഏതായാലും അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ രണ്ട് NCPകളും ഒന്നിക്കുന്നു. ആ നിലയിലേക്കാണ് ഇപ്പോൾ ഏതായാലും കാര്യങ്ങൾ പോകുന്നത്. രഞ്ജിത്ത്, ഏതായാലും മഹാരാഷ്ട്രയിൽ വീണ്ടും അത്ഭുതകരമായ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. NCPകൾ ഒന്നിക്കുന്നു. ശരത് പവാർ വീണ്ടും NDAയുടെ ഭാഗമാകുന്നു. ഇന്ത്യ സഖ്യത്തിൽ വീണ്ടും വലിയ തകർച്ച സംഭവിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ത്യ ന്യൂസിലൻഡ് T20 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് കാര്യവട്ടത്താണ്. നമ്മുടെ തൊട്ടടുത്ത് കാര്യവട്ടത്ത് ക്രിക്കറ്റ് പൂരത്തിന് ആരംഭം കുറിക്കാൻ പോകുന്നു. ആദ്യ 3 മത്സരങ്ങൾ ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞുവെങ്കിലും T20 ലോകകപ്പിന് മുൻപുള്ള അവസാന മത്സരം ആവേശകരമാകുമെന്ന് ഉറപ്പാണ്. മികച്ച ഫോമിൽ അല്ലെങ്കിലും സഞ്ജു സാംസൺ ഇന്നും കളിക്കാൻ ഇറങ്ങാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ സ്വന്തം നാട്ടിൽ സഞ്ജുവിൻ്റെ ആദ്യ അന്താരാഷ്ട്ര മത്സരമാകും ഇത്. മറുനാടൻ മലയാളിയായ ശ്രേയസ് അയ്യർക്കും ഇന്ന് അവസരം കിട്ടിയേക്കും. മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോയതിനാൽ കാണികളുടെ വലിയ ഒരു പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മത്സരവുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകളുണ്ട്, തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം. ഭിന്നശേഷി സംവരണത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ എയ്ഡഡ് സ്കൂൾ അധ്യാപകർ സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് മാർച്ചും ധർണയും നടത്തും. കർദിനാൾ ക്ലിമിസ് ബാവ ഉദ്ഘാടനം ചെയ്യും. ഭിന്നശേഷി ഒഴികെയുള്ള നിയമനങ്ങൾ അംഗീകരിക്കണമെന്നാണ് ആവശ്യം. ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ കാർഷിക കൂട്ടായ്മയായ ഇൻഫാമിൻ്റെ രഥജൂബിലി ആഘോഷത്തിൻ്റെ സമാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ഇൻഫാം മുഖ്യ രക്ഷാധികാരി മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ വിവിധ ബിഷപ്പുമാർ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ സഭാവേദിയിൽ മുഖ്യമന്ത്രി നടത്തുന്ന പ്രസംഗം നിർണായകമാകും. രാവിലെ നടക്കുന്ന സമ്മേളനത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പങ്കെടുക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള 10,000-ഓളം ഇൻഫാം പ്രതിനിധികൾ പരിപാടിയുടെ ഭാഗമാകും. നമുക്കറിയാം, മഹാഭാഗം തിരുനാവായയുടെ തീരത്ത് പുരോഗമിക്കുകയാണ്. വലിയ ഭക്തജന പങ്കാളിത്തം ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുണ്ട്. 10 വർഷം മുൻപ് തൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ മഹാഭാഗം ഇന്ന് കുംഭമേളയ്ക്ക് സമാനമായ തരത്തിൽ മാറിയതിൻ്റെ ആത്മസംതൃപ്തിയിലാണ് ചരിത്രകാരനും മാധ്യമപ്രവർത്തകനുമായ തിരൂർ ദിനേശ്. ഇതുവരെ നടന്നതിൽ എല്ലാം ആത്മനിർവൃതി ഉണ്ടെന്നും നിളയുടെ ഇരുകരകളിലുമായി നടക്കുന്ന മഹാമാഘം ഏറെ വൈകാതെ ഒന്നിച്ചു തന്നെ ആകുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. 2016 തിരുനാവായിൽ ഭാരതപ്പുഴയിൽ ആദ്യമായി മഹാമാഘം നടക്കുന്നത്. അന്ന് അതിന് നേതൃത്വം കൊടുത്തത് ഓറൽ ഹിസ്റ്ററി റിസർച്ച് ഫൗണ്ടേഷൻ്റെ ഡയറക്ടറായിരുന്ന തിരൂർ ദിനേശ് നേതൃത്വത്തിലായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഈ ഒരു മാഘമഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. തവനൂരിലാണ് അദ്ദേഹം ഉള്ളത്. അന്ന് തുടങ്ങി വെച്ചത് ഇന്നിപ്പോൾ ഒരു ജനസഹസ്രങ്ങളുടെ ഒരു പ്രവാഹമായിട്ട് മാറിയിരിക്കുകയാണ്. കാണുമ്പോൾ എന്താ തോന്നുന്നത്? വളരെ ആത്മഹർഷത്തോടെയാണ് ഭാരതപ്പുഴയുടെ ഈ മണൽപ്പരപ്പിൽ ഞാൻ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും വേഗം ഇതൊരു വലിയ ഒരു മഹോത്സവമായി, ഇതൊരു കുംഭമേളയായി മാറും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. എൻ്റെ കാലശേഷമൊക്കെ അങ്ങനെ സംഭവിക്കും എന്ന് വിചാരിച്ചിരുന്നു. കഴിഞ്ഞ വർഷം പോലും തിരുനാവായിലും തവനൂരിലും വെച്ച് നടന്ന സംഘാടക സമിതി യോഗത്തിൽ പറഞ്ഞിരുന്നു, വരാനിരിക്കുന്ന ഭാവിയിൽ ഇതൊരു കുംഭമേളയ്ക്ക് സമാനമായ ഒരു ലക്ഷക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന ഒരു ഉത്സവമായി മാറും എന്ന് ഞാൻ ഓരോ മീറ്റിങ്ങിലും കഴിഞ്ഞ വർഷം പോലും പറഞ്ഞിരുന്നു. പക്ഷേ അത് ഏതോ കാലത്തെ നടക്കൂ എന്നാണ് എൻ്റെ പ്രതീക്ഷയുണ്ടായിരുന്നത്, സ്വപ്നമുണ്ടായിരുന്നത്. എന്നാൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഞാൻ വിത്ത് പാകിയ
ഒരു വൃക്ഷം അത് പെട്ടെന്ന് തന്നെ ഒരു വലിയ വടവൃക്ഷമായി തീരുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇതിൻ്റെ പിന്നിൽ പരാശക്തിയുടെ ഒരു വലിയ അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സന്യാസി സമൂഹങ്ങളാണ് ഏറ്റെടുക്കുന്നത്. അപ്പുറത്ത് ജുഡ അഖാന അല്ലേ, ഇവിടെ അമൃതാനന്ദമയി മഠത്തിൻ്റെയും എങ്ങനെയാണ് ഈ രണ്ടിടങ്ങളിലെയും കർമ്മങ്ങളൊക്കെ ഒരുപോലെ തന്നെയല്ലേ ഇതിൻ്റെ എല്ലാം? രണ്ടിടങ്ങളിലും നടക്കുന്ന കർമ്മങ്ങൾ ഒന്ന് തന്നെയാണ്. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി അദ്ദേഹം ഇതിലേക്ക് കടന്നു വന്നതും അതുപോലെ തന്നെ തവനൂർ ഭാഗത്ത് മാതാ അമൃതാനന്ദമയി ലോകഗുരുവായ മാതാ അമൃതാനന്ദമയി ദേവി തന്നെ മുന്നോട്ട് ഇറങ്ങി അമ്മ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കാൻ അമ്മയുടെ അരുമ ശിഷ്യയായിട്ടുള്ള താനൂർ മഠത്തിലെ സ്വാമിനി അതുല്യാമൃത പ്രാണാജിയെ നിയോഗിച്ചതുമൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിന് പറയുക എന്നറിയില്ല. എത്ര പെട്ടെന്നാണ് ഇതൊരു കുംഭമേളയായി ലോകം മുഴുവൻ അറിയുന്ന ഒരു ഉത്സവമായി മാറിയത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നും മനസ്സിലാകുന്നില്ല. ഭാരതത്തിലെ സന്യാസി സമൂഹങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒഴുക്കാണ്. ഇവിടെ അഘോരിയുടെ പൂജ, അങ്ങനെ പല നമ്മളെ സാധാരണ ഇവിടെ ആർക്കും അത്ര പരിചിതമല്ലാത്ത വിവിധ മഠങ്ങളിൽ നിന്നുള്ള സമൂഹങ്ങളിൽ നിന്നുള്ളവരൊക്കെ എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ, മഠാധിപതികൾ, അതുപോലെ തന്നെ മഹാമണ്ഡലേശ്വരന്മാർ ഒരുപാടുണ്ട്. പല വിധത്തിലുള്ള മഹാമണ്ഡലേശ്വരന്മാരുണ്ട്. ഇപ്പം തവനൂരിൽ തന്നെ അഘോരികളുടെ മഹാമണ്ഡലേശ്വരുടെ അഘോരി പൂജ ഇവിടെ 2 ദിവസമായി നടന്നു വരികയും ഇന്നും കൂടിയുണ്ട്. അത് അർദ്ധരാത്രിയിലാണ്. 12:30 തുടങ്ങി ഏതാണ്ട് 2 മണി വരെയാണ് അഘോരി പൂജയുള്ളത്. വീണ്ടും മറ്റു ചില മഹാമണ്ഡലേശ്വരന്മാരും ഇവിടെ തവനൂരിൽ എത്തിച്ചേരാൻ പോവുകയാണ്. എല്ലാ മണ്ഡലേശ്വരന്മാരും സമ്മേളിക്കുന്ന, എല്ലാ സന്യാസിമാരും സംഗമിക്കുന്ന, എല്ലാ മഠങ്ങളും മഠാധിപതികളും സംഗമിക്കുന്ന ഒരു മഹത്തായ ഒരു വേദിയായിട്ടാണ് നിളാരതി ഇവിടെ തന്നെ നടക്കുന്നു അല്ലേ? നിളാരതി ഇവിടെ തന്നെ നടക്കുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് ഇങ്ങനെ കുഴിച്ച് ഈ ഒരു തടാകം പോലെ ഉണ്ടാക്കേണ്ടി വന്നില്ല. കഴിഞ്ഞ വർഷം ഇവിടെ പുഴ ഒഴുകിയിരുന്നു. അങ്ങനെ ഇവിടെ വെച്ചാണ്, ഇതിൻ്റെ തൊട്ട് പിറകിൽ വെച്ചാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിളാരതിയൊക്കെ ഒഴിഞ്ഞിരുന്നത്. ഒരു 3000-ഓളം ആളുകൾ ഓരോ മാഘമാഘ മഹോത്സവത്തിലും 2 കരകളിലും പങ്കെടുക്കാറുണ്ട്. ഇവിടെ അതിന് സൗകര്യം ഇപ്രാവശ്യം വെള്ളമില്ലാത്തത് കൊണ്ട് നമ്മൾ അതിനു വേണ്ടി പ്രത്യേകമായിട്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ചാലാണെങ്കിൽ തടഞ്ഞു നിർത്താം, ഒരു മഹാപ്രവാഹമായി ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല. മഹാപ്രവാഹമായി എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയാം. കാരണം ഇവിടെ നിളാരതി നടക്കുന്ന സമയത്ത് ഇന്നലെയൊക്കെ ഞാൻ അവിടെ ഇരുന്ന് അറിയാതെ കരയുക. കാരണം എല്ലാവരും സന്തോഷത്തോടു കൂടി ഇത് കാണുമ്പോൾ ഞാൻ ആ ഭാഗത്തിരുന്ന് എൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോയി. കാരണം ഈ രീതിയിലേക്ക് എത്തിക്കാൻ ഇതിന് ഞാൻ ആദ്യം നന്ദി പറയുന്ന എന്നെ പ്രസവിച്ച, എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മയോടും എൻ്റെ അച്ഛനോടുമാണ്. പിന്നെ മാതാ അമൃതാനന്ദമയി അമ്മയോടാണ്, സന്യാസി സമൂഹത്തോടാണ്, മഹാമണ്ഡലേശ്വരനോടാണ്, സ്വാമി ചിദാനന്ദപുരി സ്വാമികളോടാണ്, ഈ സമൂഹത്തിനോടാണ്. എന്താണെങ്കിലും അടുത്ത വർഷം ഇതിലും വലിയ ഒരു ഗംഭീരമായ കുംഭമേളയ്ക്ക് സമാനമായ മാഹമഖമായിരിക്കും നടക്കുക അല്ലേ, ഇരുകരകളിലും? തീർച്ചയായിട്ടും 2027 എൻ്റെ ഒരു ആഗ്രഹം ഇനിയുള്ളത്, കഴിഞ്ഞ 9 വർഷമായിട്ടും 2 കരകളിലായിട്ട് അത് നടന്നിരുന്നത്. 2 കരകളിലുള്ള എല്ലാവരും ഒന്നിച്ച് ഒരുമയോട് കൂടിയിട്ട് ഈ ത്രിമൂർത്തി സ്നാനഘട്ടിൽ ഇത് നടത്തണം. 2028 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം 3 വർഷം മുമ്പ് ആഗ്രഹിച്ചതാണ്. അത് ഈ സന്യാസി സമൂഹം ഏറ്റെടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായും അദ്ദേഹം തുടങ്ങി വെച്ച ഒരു യാത്ര അതിപ്പോൾ ഒരു മഹാപ്രവാഹമായി ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ചേരുന്ന ഒരു മഹായാത്രയായി മാറിയതിൻ്റെ സന്തോഷം കൂടിയാണ് ശ്രീ തിരു ദിനേശ് പങ്കുവച്ചത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് കനത്ത വെല്ലുവിളി ഉയർത്തി SDPI മത്സരരംഗത്തേക്ക്. AKM അഷ്റഫ് MLAക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് SDPI മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ടോൾ പിരിവിനെതിരായുള്ള സമരം രാഷ്ട്രീയ മുതലെടുപ്പെന്നും അവർ ആരോപിച്ചു. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയായി ജില്ലാ കമ്മിറ്റി അംഗം KM അഷ്റഫ് മത്സരിച്ചേക്കും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഏറെ ചർച്ചാവിഷയമാകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം. ഇത്തവണ മഞ്ചേശ്വരത്ത് തീ പാറുന്ന പോരാട്ടമായിരിക്കും നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. BJP K സുരേന്ദ്രൻ ഇറക്കുമ്പോൾ മുസ്ലിം ലീഗ് AKM അഷ്റഫിനെ തന്നെ വീണ്ടും മഞ്ചേശ്വരത്ത് ഒരു വട്ടം കൂടി അവസരം കൊടുക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഇത്തവണ മഞ്ചേശ്വരത്തിൽ വ്യത്യസ്തമാക്കുന്നത് SDPI അവരുടെ നിലപാട് വ്യക്തമാക്കുന്നതാണ്. അതായത് SDPI മഞ്ചേശ്വരത്ത് ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അത് SDPI സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ ആരെയായിരിക്കും ഏറെ ബാധിക്കുക എന്ന് നമുക്ക് എന്തായാലും SDPIയുടെ
ജില്ലാ കമ്മിറ്റി അംഗം അഷ്റഫ് തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. ഈ മഞ്ചേശ്വരം മണ്ഡലം വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് മണ്ഡലമാണ്. AKM അഷ്റഫ് ജനപ്രിയനാണ്, വികസനങ്ങൾ കൊണ്ടുവന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കുന്നു. SDP ഒരു സ്ഥാനാർത്ഥിയെ കൂടി മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിർത്തുമ്പോൾ എങ്ങനെയായിരിക്കും അത് തെരഞ്ഞെടുപ്പിനെ പ്രതിഫലിക്കുക? SDP-യെ സംബന്ധിച്ചിടത്തോളം SDP-ക്ക് വളരെ ഗ്രൗണ്ട് തലത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. 8 പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് കമ്മിറ്റികളുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെയും 60ഓളം സീറ്റുകളിൽ മത്സരിച്ച് എല്ലായിടത്തും ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് SDP പരാജയപ്പെട്ടിട്ടുള്ളത്. അത് അവിടെയുള്ള എല്ലാവരുടെയും കൂട്ടുകെട്ടിൽ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഒന്നിച്ചു നിന്ന് നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടി നോക്കിയ ഒരു മണ്ഡലം കൂടിയാണ്. ഞങ്ങൾ ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സജീവമായി മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒക്കെയും ഞങ്ങൾ സജ്ജമായിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത്തവണ SDP നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ തീരുമാനിച്ചു? പ്രത്യേകിച്ച് ശക്തമായ മത്സരം നേർക്കുനേർ BJPയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ SDP സ്ഥാനാർത്ഥി വന്നാൽ അത് ആർക്കായിരിക്കും ഗുണം ചെയ്യുക എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. എന്തുകൊണ്ടാണ് ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്താൻ മഞ്ചേശ്വരത്ത് SDP തീരുമാനിച്ചത്? മഞ്ചേശ്വരം പോലത്തെ ഒരു മണ്ഡലം, കേരളത്തിന്റെ ഏറ്റവും ഇങ്ങോട്ടുള്ള ഈ മണ്ഡലത്തിൽ വികസനമാണ് ഏറ്റവും പ്രാധാന്യം. വികസനം അവിടെ തീരെ വികസനമില്ല. ഇന്നിവിടെ കാണുന്ന റീൽസും ഫേസ്ബുക്ക് പോസ്റ്റും അല്ലാതെ ഒരു വികസനവും ഞങ്ങൾ അവിടെ കാണുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ മാധ്യമങ്ങൾ ഇതൊന്ന് കൃത്യമായി പഠിച്ചു നോക്ക്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള MLA അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട പോസ്റ്റുകളും അവിടെ നടന്ന പണികളും, അയാൾ പോസ്റ്റ് 5 കൊല്ലത്തെ പോസ്റ്റിൽ 10% പോലും പണി പൂർത്തിയായിട്ടില്ല എന്നതിൽ ഒരു സംശയവുമില്ല. ആ ഒരു രീതിയിലാണ് പ്രവർത്തനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഞങ്ങൾ ഏറ്റവും വലിയ നിർണായക ശക്തിയാണ്. ഞങ്ങൾക്ക് വിജയ സാധ്യത വരെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അത്രയും നിർണായക ശക്തിയാണ്. വിജയസാധ്യതയുണ്ടെന്ന് നിങ്ങൾ ആവശ്യപ്പെടുമ്പോഴും എന്തായാലും നിർണായക ശക്തി എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം 25,000-ലധികം വോട്ട് ഉണ്ട് എന്നാണ് കണക്ക് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 89 വോട്ടിനാണ് BJP കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത്. ഏറ്റവും ഒടുവിലായി 855 വോട്ട്. നിങ്ങൾ സ്ഥാനാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ന്യൂനപക്ഷ വോട്ടുകൾ SDP കേന്ദ്രീകരിക്കും. അങ്ങനെയാണ് BJPയെ സഹായിക്കുന്ന ഒരു തരത്തിലുള്ള നിലപാടായിരിക്കില്ലേ നിങ്ങൾ ഈ സ്ഥാനാർത്ഥിത്തിലൂടെ? അല്ല, തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവിടെ ഈ തരത്തിലുള്ള മത്സരമാണ്. എന്നിട്ട് പോലും 2006-ൽ UDF-നെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് അവിടെ LDF വിജയിച്ചിരുന്നു. CH കുഞ്ഞമ്മ അവിടെ വിജയിച്ചിരുന്നു. അത് അങ്ങനെ അവിടുത്തെ ജനങ്ങളൊന്നും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എന്ന് പറയാനില്ല, അതുപോലെ തന്നെ UDF-ന്റെ പ്രവർത്തകർ എന്ന് പറയാനില്ല. അവിടുത്തെ ജനങ്ങൾ മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു രാഷ്ട്രീയമായ ഒരു അടിത്തറ ഉള്ള ജനങ്ങളല്ല. കുമ്പള ടോൾ വിഷയത്തിൽ വന്നാൽ അതിൽ മുസ്ലിം ലീഗാണ് സജീവമായുള്ളത്. AKM അഷ്റഫ് MLA സത്യാഗ്രഹ സമരം ഉൾപ്പെടെ നടത്തുന്നത്. എങ്ങനെയാണ് ഈ ഒരു സമരത്തെ കാണുന്നത്? ഈ ടോൾ പിരിവിന് എതിരെയുള്ള ഈ പ്രക്ഷോഭത്തിൽ SDP-യുടെ നിലപാടെന്താണ്? അല്ല, തീർച്ചയായിട്ടും മഞ്ചേശ്വര കുമ്പള ടോളുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ജനങ്ങളെ മുമ്പിൽ ഈ ടോളിന്റെ വിഷയം പുറത്തു കൊണ്ടുവരുന്നത് SDP ആണ്. ഒരു CA പോലും വരാതെ വെറുതെ 2 SI-മാരും വന്ന് ആ സമരം ഒത്തുതീർപ്പാക്കി സമരം തുടങ്ങുമ്പോൾ തന്നെ പോലീസ് ബസ്സിലേക്ക് കയറി കയ്യും പിടിച്ച് കയറിപ്പോയി ആ സമരത്തെ പൊളിച്ചതാണ് MLA. എന്നിട്ട് ഈ നിയമസഭ അടുത്ത് വരുന്ന അയാൾ വിചാരിച്ചത് ഇതൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമേ അവിടെ ടോൾ പിരിവ് തുടങ്ങുള്ളൂ എന്ന പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. പക്ഷേ ഇടുത്തി പോലെ പെട്ടെന്ന് ടോളിന്റെ പണി കഴിയുകയും അവർ ടോൾ പിരിവ് തുടങ്ങുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് നിക്കക്കല്ലില്ലാതായിപ്പോയി. അദ്ദേഹത്തിന്റെ കൃത്യമായ രാഷ്ട്രീയ നാടകമാണ് അദ്ദേഹം ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു സംശയം വേണ്ട. അതിൽ MP രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ കാര്യത്തിൽ 75% ശരിയാണ്. അതൊരു നാടകമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ. ഇതൊക്കെയും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായും അവിടെ ടോള് വരാൻ പാടില്ല എന്നത് തന്നെയാണ് ഞങ്ങളുടെ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കാര്യം. പക്ഷേ ഒരിക്കലും ഈ മഞ്ചേശ്വരത്തെ ജനങ്ങളെ രാഷ്ട്രീയക്കാർ പറ്റിക്കുന്നത് നിർത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഇന്നും പറയുന്നത്. പ്രത്യക്ഷത്തിൽ BJPയെ സഹായിക്കുന്ന നിലപാടായിരിക്കുമല്ലോ. എന്തായാലും തീർച്ചയായും നിങ്ങൾ മുസ്ലിം ലീഗിന്റെ വോട്ടുകളായിരിക്കുമല്ലോ SDP നേടാൻ പോകുന്നത്. അതാണ്, അവിടെ മുസ്ലിം ലീഗിന്റെ വോട്ടല്ല. മഞ്ചേശ്വരം മണ്ഡലത്തിന് നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ അവിടെ നിഷ്പക്ഷമായ വോട്ടുകളാണ് ഉള്ളത്. അവിടെ എല്ലാ കാലവും നിഷ്പക്ഷമായ വോട്ടുകൾ. കഴിഞ്ഞ പ്രാവശ്യം 2021 തെരഞ്ഞെടുപ്പിൽ നാട്ടുകാരൻ എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ എന്തെങ്കിലും ചെയ്യും, നാടറിയുന്ന ആളാണ്, നാട്ടുകാരനാണ് എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്യും എന്ന പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷയൊക്കെ ജനങ്ങൾക്ക് ഇന്ന് ഇല്ലാതായി. അവിടെ ഒരു രാഷ്ട്രീയം അങ്ങനെ ഒരു മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കുമില്ല. ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും മാറി മറിയാവുന്നതാണ്. എന്തായാലും
മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിവാദങ്ങളൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഒപ്പം നാടകീയ സംഭവങ്ങൾക്കും മഞ്ചേശ്വരം മണ്ഡലം വേദിയായിട്ടുണ്ട്. ഏതായാലും ഇത്തവണ SDPI ശക്തമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് വരുന്നതോടുകൂടി അത് BJPക്കാർക്കും ഗുണം ചെയ്യുക എന്നാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം അത് രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഫലം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും എല്ലാ കണ്ണുകളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തിലേക്കായിരിക്കുന്ന കാര്യത്തിലും തർക്കമില്ല. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കോട്ടയത്ത് നിന്നാണ് മറ്റൊരു വാർത്ത വരുന്നത്. യുവാവും യുവതിയും ആത്മഹത്യാ നിലയിൽ ഹോട്ടൽ മുറിയിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിയാത്തുരുത്ത് സ്വദേശി ആസിയ, പുതുപ്പള്ളി സ്വദേശി നന്ദകുമാർ എന്നിവരെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, ഇരുവരും കമിതാക്കളായിരുന്നു. മറ്റ് ആസിയെ കാണാനില്ലെന്ന് കാട്ടി വീട്ടുകാർ വ്യാഴാഴ്ച പോലീസിൽ പരാതി നൽകിയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, ഇന്നലെ രാത്രിയാണ് ഇരുവരെയും ഈ ഒരു മുറിയിൽ ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് പോലീസ് മൃതദേഹം അവിടെ തന്നെ സൂക്ഷിക്കുകയാണ്. ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അവിടെ നിന്ന് മൃതദേഹം പുറത്തേക്ക് പോസ്റ്റ്മോർട്ടത്തിനും മറ്റും കൊണ്ടുപോകുക. ഏതാണ്ട് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ കാര്യം ഇതാണ്: ഇരുവരും കമിതാക്കൾ ആയിരുന്നു. പക്ഷെ ഇവരുടെ വിവാഹം വീട്ടുകാർ സമ്മതിച്ചിരുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവരും അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം കോട്ടയം നഗരത്തിൽ ഒരു മുറിയെടുത്ത് അവിടെ താമസിക്കുകയായിരുന്നു. മിനിഞ്ഞാന്നാണ് ഇവർ റൂമിലെത്തിയത്. ഇന്നലെ വൈകുന്നേരമായിട്ടും ഇവർ മുറി തുറക്കാതെ വന്നതോടെയാണ് പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും ഫയർഫോഴ്സ് എത്തിയാണ് ഈ മുറി തുറന്നത്. അപ്പോഴാണ് ഇരുവരും ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ആസിയയുടെ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം ഗാന്ധിനഗർ പോലീസിന് ആസിയെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടന്നു വരികയായിരുന്നു. ഇതിനിടയിലാണ് പെട്ടെന്ന് ഇങ്ങനൊരു ഞെട്ടിക്കുന്ന വാർത്ത കുടുംബങ്ങളെ തേടിയെത്തുന്നത്. രഞ്ജിത്ത്. ശരി. കാസർഗോഡ് അനന്തപുരത്ത് പ്ലൈവുഡ് ഫാക്ടറിയിൽ വൻ തീപിടുത്തം. പുലർച്ചെ 4 മണിയോടെ മാർക്ക്വുഡ് പ്ലൈവുഡ് ഫാക്ടറിയിലാണ് അഗ്നിബാധ. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് പ്രാഥമിക നിഗമനം. KB ബൈജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. ബൈജു, തീ നിയന്ത്രണ വിധേയമായോ? രഞ്ജിത്തെ, തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെയായും. പക്ഷേ തീ നിയന്ത്രണ വിധേയമായെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. അതായത് 8 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ ഈ സ്ഥലത്തുള്ളത്. ഏതായാലും ഇത് വ്യവസായ പാർക്കാണ്. അനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്തെ വ്യവസായ പാർക്കിലാണ് വൻ തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 4 മണിയോടാണ് ഇത്തരത്തിൽ മാർക്ക്വുഡ് പ്ലൈവുഡ് ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായത്. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായത്. വലിയ തോതിലുള്ള തീപിടുത്തം ഉണ്ടായിരുന്നു. അങ്ങനെ സ്ഥിരമായി തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിൽ ഉണ്ട്. ഏതായാലും വളരെ ഗൗരവമായി തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം കാണുന്നത്. ഇവിടെ ഈ പ്രദേശവാസികളൊക്കെ വലിയ പ്രതിഷേധത്തിലായിരുന്നു. അങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായത് അത് അശാസ്ത്രീയമായ രീതിയിലൊക്കെ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന ഒരു ആരോപണമാണ് ഉയർന്നത്. ഏതായാലും ഇതിപ്പോൾ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ഫയർഫോഴ്സ് പ്രാഥമികമായി വ്യക്തമാക്കുന്നത്. ഏതായാലും പൂർണ്ണമായും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും തീ അണയ്ക്കുന്ന പ്രവർത്തികളിലാണ് ഫയർഫോഴ്സ് ഉള്ളത്. കുറ്റിക്കോലിൽ നിന്നും കാഞ്ഞങ്ങാട് നിന്നും ഉപ്പളയിൽ നിന്നുമൊക്കെയായി 8 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ ഈ സ്ഥലത്തുള്ളത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമായെന്ന് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നുണ്ട്. രഞ്ജിത്ത്. ശരി, ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറി യാത്രക്കാരൻ കാഞ്ഞൂർ സ്വദേശി ജെറിൻ ഡേവിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, അതീവ സുരക്ഷാ മേഖലയൊക്കെയാണ് ഇവിടെ ഈ പരിശോധനയ്ക്കിടെ ഇയാൾ ഇത്തരമൊരു പ്രകോപനം സൃഷ്ടിക്കാനിടയാക്കിയ സാഹചര്യം എന്താണ്? രഞ്ജിത്ത്, പോലീസ് ഇത് പരിശോധിക്കുകയാണ്. ബാഗ് പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യത്തിൽ ഇയാൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുക ആയിരുന്നു. അത് മാത്രവുമല്ല, അവർക്കെതിരെ വധഭീഷണി മുഴക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഇവർ പോലീസിൽ വിവരം അറിയിക്കുന്നത്. പോലീസ് എത്തുകയും അതോടൊപ്പം ബഗേജ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാഞ്ഞൂർ സ്വദേശി ജെറിൻ ഡേവിഡ് ആണ്
ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ആയിരിക്കുന്നത്. UK-യിൽ നിന്നാണ് ഇയാൾ ഇന്ന് പുലർച്ചെ ഗൾഫ് എയർ വിമാനത്തിൽ ഇവിടേക്ക് എത്തുകയും ചെയ്തു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. ബാഗേജ് ആദ്യഘട്ടത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇതിൽ പരിശോധിച്ചിരുന്നു. വീണ്ടും പരിശോധനയ്ക്ക് നോക്കിയപ്പോഴാണ് ഇയാൾ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്ന സംഭവത്തിലേക്ക് നീങ്ങിയത്. ഇത് പരിശോധിക്കാൻ ഒരു ഘട്ടത്തിൽ ഇയാൾ സമ്മതിക്കാതിരിക്കുക, ഒടുവിൽ ഇവരെ അസഭ്യം പറയുക, വധഭീഷണി മുഴക്കുക എന്നെല്ലാം തന്നെ തുടരുകയായിരുന്നു. അപ്പോഴാണ് ജോലി തടസ്സപ്പെടുത്തിയെന്ന കാര്യത്തിൽ കാണിച്ചുകൊണ്ട് പോലീസിൽ വിവരം അറിയിക്കുന്നത്. ഒടുവിൽ പോലീസ് ഉടൻ തന്നെ എത്തുകയായിരുന്നു. പോലീസ് ഇപ്പോൾ ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്താണ് ഇതിന് അയാൾ പറയുന്നത്? അതായത് ഇവരെ കസ്റ്റംസിനെ പരിശോധിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ പെരുമാറാനുള്ള ഒരു സാഹചര്യവും കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുകയാണ് പോലീസ്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. തങ്ങളെ ഉന്നം വെച്ച് പടനീക്കം ശക്തമാക്കിയ US-ന് മുന്നറിയിപ്പുമായി ഇറാൻ. ആക്രമിച്ചാൽ പരിധികളില്ലാത്ത പ്രത്യാക്രമണത്തിന് US സാക്ഷിയാകേണ്ടി വരുമെന്ന് പറഞ്ഞ ഇറാൻ മേഖലയിലുള്ള US-ന്റെ വിമാനവാഹിനി കപ്പലുകളെയും സൈനിക ബേസുകളെയും തകർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ചർച്ച നടത്തി. ഇന്നലെ നടന്ന ടെലിഫോൺ സംഭാഷണത്തിനിടെ ഇരു നേതാക്കളും സുരക്ഷയ്ക്കടക്കം നിരവധി വിഷയങ്ങൾ അവലോകനം ചെയ്തു. മിഥുൻ ചേരുകയാണ്. മിഥുന്, സംഘർഷം വ്യാപിക്കുകയാണ്, രൂക്ഷമാണ്. യുദ്ധം ഏത് നിമിഷവും അല്ലെങ്കിൽ അമേരിക്ക ആക്രമണം ഏത് നിമിഷവും സംഭവിക്കാമെന്നുള്ള സൂചനകളുണ്ട്. ഇപ്പോൾ കൂടുതൽ പടക്കപ്പലുകളൊക്കെ അയക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇറാൻ ഇതിനെയൊക്കെ ശക്തമായ ഭാഷയിൽ പ്രതിരോധിക്കുകയാണോ? രജിത്ത്, സംഘർഷം കൂടുതൽ വഷളാകുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ സംഘർഷം കൂടുതൽ ശക്തമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം നമുക്കിപ്പോൾ ഈ ഇരു രാജ്യങ്ങളുടെയും പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ. പ്രത്യേകിച്ച് ഈ യുദ്ധക്കപ്പൽ, അതായത് ഈ ഇറാന്റെ തീരത്തോട് അടുത്തുകൊണ്ട് US-ന്റെ യുദ്ധവാഹിനി കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കൺ അടുക്കുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിനെ പ്രതിരോധിക്കാൻ ഷഹീദ് ബഗേരി എന്ന അവരുടെ ഇറാന്റെ ഡ്രോൺ വാഹിനി കപ്പൽ അവിടെ അതിന് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇറാന്റെ ഈ ഹോർമുസ് കടലിലേക്ക് മേഖലയിൽ വിന്യസിക്കുകയും ചെയ്യുന്നു. പിന്നാലെ ആളില്ലാ വിമാനമൊക്കെ ഇറക്കിക്കൊണ്ട് ഈ ഒരു നിരീക്ഷണം US ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ഈ യുദ്ധവാഹിനി കപ്പൽ തങ്ങൾ തകർക്കും. അതായത് അമേരിക്ക മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ക്ഷീണം ഈ ഒരു സംഘർഷത്തിലേക്ക് കടക്കാൻ US തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സൈനിക നീക്കം ഇത്തരത്തിൽ US-ന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായി US-ന്റെ ഈ യുദ്ധക്കപ്പൽ തങ്ങൾ തകർക്കുമെന്നുള്ള വലിയ ഭീഷണി, ഒപ്പം തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുള്ള US-ന്റെ ബേസുകൾ അതെല്ലാം തന്നെ തകർക്കും, മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചോദിക്കുന്ന, അല്ലെങ്കിൽ ഏവരും ചില ആശങ്കകൾ പ്രകടിപ്പിക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെ ഇത്രയും വലിയ എബ്രഹാം ലിങ്കൺ പോലെയുള്ള വലിയൊരു യുദ്ധസന്നാഹമുള്ള ഒരു യുദ്ധക്കപ്പൽ എങ്ങനെ തകർക്കാനാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരിക്കുന്നത്. പക്ഷേ അതിന് മറുപടിയായി ഇറാൻ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇതിനു മുമ്പും US-ന്റെ യുദ്ധവിമാന വാഹിനി കപ്പലുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. 2000-ലും 1987-ലും സമാനമായ രീതിയിൽ 2 കപ്പലുകൾ ഇതിനോടകം തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട്. 2000-ൽ ഒരു ചാവേർ ആക്രമണത്തിന്റെ ഭാഗമായിരുന്നു അന്ന് US-ന്റെ കോളാൻ എന്ന് പറയുന്ന USS കോളാൻ എന്ന് പറയുന്ന യുദ്ധവാഹിനി കപ്പൽ തകർന്ന് കടലിനടിയിലേക്ക് പോയത്. അന്ന് ഏകദേശം 18ഓളം US-ന്റെ ആ കപ്പലിലുള്ള ഉദ്യോഗസ്ഥർക്ക് മരണം വഹിക്കേണ്ടി വന്ന ഒരു സാഹചര്യം. 1987-ൽ ഇറാഖിന്റെ ജെറ്റ് വിമാനം ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയ ഒരു മിസൈൽ ആക്രമണം, അങ്ങനെ USS സ്റ്റാർക്ക് എന്ന മറ്റൊരു യുദ്ധവാഹിനി കപ്പലും അന്ന് തകർക്കപ്പെട്ടിട്ടുണ്ട്. അതേ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അതേ സമാനമായ രീതിയിൽ ഇത്രയും വലിയ US-ന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവാഹിനി കപ്പലുകൾ തകർക്കപ്പെടുന്ന തരത്തിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ മിസൈലിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് വിന്യാസങ്ങൾ കൂടി ഇപ്പോൾ US-ന്റെ ഭാഗത്ത് മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ജെയിൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2ാം ദിനവും ആവേശകരമായ ചർച്ചകൾക്കും പ്രദർശനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. ഭരണകൂടം, സിനിമ, സ്ത്രീ ശാക്തീകരണം, സാങ്കേതിക വിദ്യ തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രമുഖർ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ഭരണം എന്നത് കേവലം കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കലല്ല, മറിച്ച് വിശ്വാസവും ഭയരഹിതവുമായ അന്തരീക്ഷവുമാണെന്ന് ADGP P. വിജയൻ IPS പറഞ്ഞു. സുരക്ഷ എന്നത് ഒരു സാമൂഹ്യ സംസ്കാരമായി വളരണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സന്തോഷം ലൈക്കുകളിലൂടെയോ അക്കങ്ങളിലൂടെയോ അല്ല, മറിച്ച് സമാധാനമായിരിക്കുന്നതിലാണെന്ന് രമേശ് പിഷാരടി പറഞ്ഞു. വാക്കറു ഫൗണ്ടേഷൻ വാക്ക് ടു ലീഡ് റോബോട്ടിക്സ് ടെക് കോസ്റ്റ് പ്രോജക്ടിന്റെ 2ാം ഘട്ടത്തിൽ കോഴിക്കോട് ജില്ലാതല ഇന്നോവേറ്റേഴ്സ് എക്സ്പോ സംഘടിപ്പിച്ചു. സർക്കാർ സ്കൂളുകളിൽ റോബോട്ടിക് വിദ്യാഭ്യാസവും
സ്റ്റെം അധിഷ്ഠിത പഠനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് വാക്ക് ടു ലീഡ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലാതല ഇന്നോവേറ്റേഴ്സ് എക്സ്പോ കോഴിക്കോട് ഹോട്ടൽ ഉഡീസ് ബ്ലീഷറിൽ സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിലി മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാക്കറു ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ വി നൌഷാദ്, ISRO മുൻ ഡെപ്യൂട്ടി ഡയറക്ടറും സ്പേസ് ക്ലബ് മെമ്പറുമായ കെ ജയറാം തുടങ്ങിയവർ പങ്കെടുത്തു. കൊല്ലം ഇരവിപുരം കുട്ടിക്കട തച്ചിലഴികത്ത് ക്ഷേത്ര ഉത്സവത്തിനിടെ ആന ഒരാളെ പിൻകാലുകൊണ്ട് തട്ടി താഴെയിട്ടു. കെട്ടുകാഴ്ചകൾ നടക്കുന്ന സമയത്ത് ഗതാഗത നിയന്ത്രണം നടത്തിയിരുന്ന പ്രദേശവാസിയായ മനോജിനെയാണ് ആന തൊഴിച്ചത്. ഇയാൾ നിസാര പരിക്കുകളോടെ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി. രാവിലെ അവസാനിക്കുകയാണ്. വാർത്തകൾ തുടരും. ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.